അച്ഛൻ കാത്തോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുവൈറ്റ് ടവർ ആണ്. കുവൈറ്റിന്റെ ഒരു പ്രധാന ലാൻഡ്മാർക്കാണ് കുവൈറ്റ് ടവർ. ഇതിൽ 3 ഗോപുരങ്ങളാണ് ഉള്ളത്. ഇതിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഗോളത്തിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിന്റെ സർഫസ് അഥവാ പ്രതലം നമ്മളെ 30 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കാഴ്ചകൾ കാണിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലക്ഷ്യസ്ഥാനത്തെത്തുന്നു എന്നാണ് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെക്കൻഡ് ടവറാണ്. ഈ കാണുന്നത് സെക്കൻഡ് ടവറാണ്. ആ സെക്കൻഡ് ടവറിനെ നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനമാക്കി വെച്ചുകൊണ്ട്, ഒരു ലാൻഡ്മാർക്ക് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. 30 മിനിറ്റ് കൊണ്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം കുവൈറ്റ് സിറ്റി മൊത്തം നമുക്ക് കാണാം. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലക്ഷ്യസ്ഥാനത്ത്, അതായത് സെക്കൻഡ് ടവറിൽ 30 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്സ് നൗ. ഇതിൽ 2 സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്ലോബ്, ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഷേപ്പ്, ഒരു സ്പിയർ. അതിന് മുകളിലായി ഒരു റോക്കറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. കുവൈറ്റ് ടവറിന്റെ ഈ ഗ്ലോബും റോക്കറ്റും വഴി അവ സിംബലൈസ് ചെയ്യുന്നത് ഐഡിയൽസ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ടെക്നോളജി, മാനവികതയുടെ ആദർശങ്ങളും സാങ്കേതിക വിദ്യയും. ഇത് കടൽ തീരത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ നിലയിലെത്തി ലിഫ്റ്റ് വഴി നിങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുക. അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലാണ് നമ്മുടെ കുവൈറ്റ് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ടവറിന്റെ ലോവർ പോർഷനാണ്. 3 ടവറിൽ ഒന്നിൽ ഗ്ലോബ് ഇല്ല. ബാക്കിയുള്ള 2 ടവറിലേക്കും, എന്ന് പറഞ്ഞാൽ ഗ്ലോബുള്ള 2 ടവറിലേക്കും ലൈറ്റിങ്ങിന് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ 3ാമത്തെ ടവറിലാണ്. യഥാർത്ഥത്തിൽ ഈ 3ാമത്തെ ടവറിനെ നമ്മൾ ഒരു ലൈറ്റിംഗ് പോൾ എന്ന് വിളിക്കാം, ആ ഗ്ലോബ് ഇല്ലാത്ത ടവറിനെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉയരം കൂടിയ ഗോപുരത്തിന്റെ മുകളിലത്തെ ഗോളത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ. അതിലൊരു റൊട്ടേറ്റിംഗ് സർഫസ് ഉണ്ട്, ഒരു റൊട്ടേറ്റ് ചെയ്യാത്ത എന്ന് പറഞ്ഞ ഒരു നോൺ റൊട്ടേറ്റിംഗ് സർഫസ് ഉണ്ട്. ഈ റൊട്ടേറ്റിംഗ് സർഫസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 360 ഡിഗ്രിയിൽ. ഇനി നമുക്ക് കുവൈറ്റ് ടവറിലേക്ക് കയറി വരുന്നിടത്തുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. പൂക്കളും പൂച്ചെടികളും ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ അതിന്റെ ചുറ്റുപാടുകളാണ്. നമ്മൾ എങ്ങോട്ട് പോകണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുവൈറ്റ് ദിനാറിന്റെ പടം വെച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുവൈറ്റ് ടവറിന്റെ ലിഫ്റ്റ് കയറി എത്തുന്നത് ഏറ്റവും മുകളിലത്തെ ഗോളത്തിന്റെ ഒരു താഴെ തട്ടിലാണ്. അവിടെ നമുക്ക് റൊട്ടേറ്റിംഗ് സർഫസ് ഒന്നുമില്ല. അവിടെ മുഴുവൻ നമുക്ക് ചുറ്റി നടന്ന് കാണാം. ഏതാണ്ട് കുവൈറ്റ് സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കുവൈറ്റ് ടവറിനെ അറബിയിൽ നമ്മൾ വിളിക്കുന്നത് അബ്രാജ് അൽ കുവൈറ്റ് എന്നാണ്. ഇത് 1971 ഇതിന്റെ പണി തുടങ്ങിയത്. 1971 1979 1979 മാർച്ച് 1 ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് ഡാനിഷ് ആർക്കിടെക്റ്റായ മലൈൻ ബി ജോൺ എന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ ഏറ്റവും ഉയരം കൂടിയ ഗോപുരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 187 മീറ്റർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണ്. ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലത്തെ തട്ടിലേക്ക് എത്താൻ. അവിടെയാണ് നമുക്ക് റൊട്ടേറ്റിംഗ് സർഫസ് കാണാൻ സാധിക്കുന്നത്. Purchase your tracks today. ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലത്തെ തട്ടിലെത്തുന്നത്. താഴത്തെ തട്ടിൽ നിന്ന് മുകളിലത്തെ തട്ടിലെത്തുന്നത്. ഈ മുകളിലത്തെ തട്ടിലാണ് നമുക്ക്
റൊട്ടേറ്റിംഗ് സർഫസ് കാണാൻ സാധിക്കുന്നത്. ഈ റൊട്ടേറ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ടർ റൊട്ടേറ്റിംഗ് സർഫസും ഒരു ഇന്നർ നോൺ റൊട്ടേറ്റിംഗ് സർഫസുമാണ്. നമ്മളിപ്പോൾ ആ റൊട്ടേറ്റിംഗ് സർഫസിലാണ് നിൽക്കുന്നത്. ഈ മുകളിൽ നിന്നുണ്ടല്ലോ താഴോട്ട് ആ മനോഹരമായ കടൽ കാഴ്ചകളും വലിയ ബിൽഡിങ്ങുകളും ടവറുകളും എന്താ നമ്മൾ പറയുക, ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടോ അതിലേക്കൊരു ബോട്ട് പോകുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. എന്തോ പാർസലൊക്കെ ആയിട്ട് പോവുക. അതിന്റെ ബാക്കിൽ കണ്ട ഒരു പാലം, ഈ പാലമാണ് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബ കോസ്വേ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഷോർട്ടായിട്ട് നമ്മൾ അൽ ജാബർ ബ്രിഡ്ജ് എന്ന് പറയും. 36 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം. ലോകത്തിലെ വേൾഡിലെ 4ാമത്തെ ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് ആണ് ആ കണ്ടത്. ഇതാണ്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലെ തട്ടിലെത്തുന്നത്. ഈ സ്റ്റെപ്പ് വഴി താഴത്തെ തട്ടിൽ നിന്ന് നമുക്ക് മുകളിലത്തെ തട്ടിലേക്ക് എത്താൻ പറ്റും. ഈ മുകളിലത്തെ തട്ടിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റൊട്ടേറ്റിംഗ് സർഫസ്. അതാണ് നമ്മളെ ഇങ്ങനെ 360 ഡിഗ്രിയിൽ കറങ്ങി പഴയ സ്ഥലത്ത് 30 മിനിറ്റ് കൊണ്ട് എത്തുന്നത്. ഇതിലെ 2ാമത്തെ ടവർ എന്ന് പറയുന്നത് 147 മീറ്റർ ആണ് അതിന്റെ ഉയരം. അതൊരു വാട്ടർ ടാങ്ക് ആണ്. അതിൽ ഒരു ഗ്ലോബേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന ടവർ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഉണ്ട് വാട്ടർ ടാങ്ക്. അതുകൊണ്ട് കുറച്ച് സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട്, ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതുകൊണ്ട് അതിന്റെ ബാക്കിൽ കാണുന്ന നമ്മുടെ അൽജാബർ ബ്രിഡ്ജാണ്. അതുകൊണ്ട് പോകുന്ന പോക്ക് കണ്ട ഒരു ചെറിയ പൊട്ട് പോലെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റുന്ന എന്താ, ഒരു സ്പെക്ടാക്കുലർ ഡിസ്പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സെക്കൻഡ് ടവർ നമ്മൾ പറഞ്ഞല്ലോ 147 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ, അത് പ്യൂർലി വാട്ടർ ടാങ്ക് ആണ്. അതിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്ന മുഖ്യ ഗോപുരം ഉണ്ടല്ലോ, അതിൽ 2 ഗോളങ്ങളുണ്ട്. അതിൽ താഴത്തെ ഗോളം എന്ന് പറഞ്ഞാൽ ലോവർ സ്പിയറിൽ ബോട്ടം ഹാഫിൽ വാട്ടർ ടാങ്ക് ആണ്. അതൊരു 1 മില്യൺ ഗാലൻ ടാങ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പർ ഹാഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോവർ സ്പിയറിന്റെ അപ്പർ ഹാഫ്, അതിൽ റെസ്റ്റോറന്റും റിസപ്ഷനും ഒക്കെയാണ്. അതിൽ വിസിറ്റേഴ്സ് ഒക്കെ അലൗഡ് ആണ്. അപ്പർ ഹാഫിൽ, ലോവർ ഹാഫിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പിന്നെ ഇത് ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് ഇത് തുറക്കും. എന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 8 മണി തൊട്ട് രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. ഈ സെക്കൻഡ് ടവർ എന്ന് പറയുന്നത് 1 ദശലക്ഷം ഗാലൻ വാട്ടർ ടാങ്ക് ആണ് ഈ സെക്കൻഡ് ടവർ എന്ന് പറയുന്നത്. ഈ 2 ടവറിലും കൂടെ ഏതാണ്ട് ഒരു 9000 ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. അപ്പൊ നമ്മളിപ്പോഴും അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തിങ്സ് ഒക്കെ അതിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതെല്ലാം കണ്ട് യാത്ര ചെയ്യാം. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. Purchase your tracks today. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഈ അക്രോഫോബിയ ഒക്കെ ഉള്ളവരുണ്ടല്ലോ, ഈ ഫിയർ ഓഫ് ഹൈറ്റ്, അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ റൊട്ടേറ്റിംഗ് സർഫസ്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രതലം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പ്രതലം ഇതാണ് നമ്മൾ പറഞ്ഞ ടേബിള്. ഇതിലാണ് നമ്മൾ തിങ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അവിടെ ഒരു സർക്കുലർ സ്റ്റീൽ ഡിമാർക്കേഷൻ ഉണ്ട്. ഔട്ടർ സർഫസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇന്നർ സർഫസ് റൊട്ടേറ്റ് ചെയ്യത്തില്ല. വളരെ പതുക്കെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ വര കാണുന്നുണ്ടല്ലോ, ആ സ്റ്റീൽ ഡിമാർക്കേഷൻ, ഇതാണ് ഇന്നർ സർഫസിനെ ഔട്ടർ സർഫസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ ബാക്ക് സൈഡിൽ കണ്ടോ ഒരു ബൈനോക്ലോർ, അതിലൊരു പർട്ടിക്കുലർ കോയിൻ ഉണ്ട്. അതിട്ടാൽ മാത്രമേ ബൈനോക്ലോർ വർക്ക് ചെയ്യത്തുള്ളൂ. ഏകദേശം ഒരു 1 മിനിറ്റ്. അപ്പൊ നമുക്ക് ദൂരെയുള്ളതെല്ലാം വളരെ അടുത്ത് കാണാം. ഇതാണ് ഇന്നർ ആൻഡ് ഔട്ടർ സർഫസിന്റെ ആ ഡിമാർക്കേഷൻ. ഇന്നർ സർഫസിലൂടെ നമുക്ക് നടന്ന് കാഴ്ചകളെല്ലാം കാണാം. കണ്ടോ ഒരു സ്പീഡ് ബോട്ട് വിട്ടു പോകുന്നുണ്ട. നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ദേ പോണ് നമ്മുടെ രാമഭദ്രൻ. നമ്മുടെ ബൈനോക്ലോർ ഉണ്ട് ഇവിടെ, അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നും കാണൂല, കാരണം കോയിൻ ഇടണം.
ഈ താഴെ കണ്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയയാണ്. ഈ പബ്ജിയിലൊക്കെ കാണുന്ന പോലെ അറ്റാക്കിങ്ങും ഡിഫെൻസിങ്ങും എല്ലാം ഉണ്ട്. ഈ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ അവർ കൊടുക്കും, വാട്ടർ ഗണ്ണ്, റെഡ് കളർ വാട്ടറൊക്കെ നിറച്ച്. പിന്നെ കണ്ടോ, ഇവിടെ ടയറൊക്കെ വെച്ചിട്ട് അവർ ചെറിയ ഡിഫെൻസീവ് വാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് ആ ഏരിയയുടെ ഒരു വൈബാണ്. കടലിന്റെ തീരത്തൊക്കെ ആയിട്ട് കണ്ടോ, ഇവിടെ ടോയ് ബിൽഡിങ്, ടയർ വെച്ചിട്ടുള്ള ഡിഫെൻസീവ് വാള് എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഇപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 10 മിനിറ്റോളം ആയി കേട്ടോ. Purchase your tracks today. Purchase your tracks today. നമ്മുടെ ഈ കുവൈറ്റ് ടവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3 ടവറുകളാണ്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ മുഖ്യ ടവറിന് 187 മീറ്റേഴ്സ് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 187 മീറ്റർ. അത് 123 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണ്. ഈ സെക്കൻഡ് ടവർ എന്ന് പറയുന്നത് 147 മീറ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ടവറിലും രണ്ടാമത്തെ ടവറിലുമാണ് വാട്ടർ ടാങ്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബ് ഉള്ള ടവറുകളിൽ. ഈ തേർഡ് ടവർ 113 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണ്. അതിൽ നമുക്ക് വാട്ടർ ടാങ്ക് ഒന്നുമില്ല. ഈ 2 സ്പിയർ ഉള്ള അല്ലെങ്കിൽ ഗ്ലോബ് ഉള്ള ടവറുകൾക്ക് ലൈറ്റിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഈ തേർഡ് ടവറിലുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റിംഗ് പോളാണ്. ഇവിടുത്തെ ആ ഒരു വൈബ് അത് നമ്മൾ നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കടലും ബിൽഡിങ്ങും ടവറും ചെടികളും മരങ്ങളും ഇവിടെ നിന്ന് കാണുമ്പോൾ അതൊരു അമേസിംഗ് ഫീലിംഗ് തന്നെയാണ്. അതാണ് ഈ കുവൈറ്റ് ടവറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദൂരെ അങ്ങേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ഐലൻഡ്, പിന്നീട് മറൈൻ ക്ലബ്ബ്, പിന്നെ ഒരു ഫിഷിംഗ് റാമ്പ് ഉണ്ട്. അപാര വ്യൂ ആണ് കുവൈറ്റ് സിറ്റി ഇവിടെ നിന്ന് കാണാൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിക്സഡ് ബൈനോക്ലോർസ്. ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പറഞ്ഞില്ലേ, ഒരു പ്രത്യേക കോയിൻ ഇട്ട് 1 മിനിറ്റത്തേക്ക് നമുക്കിത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്പെഷ്യൽ കൗണ്ടർ എന്ന് പറഞ്ഞാൽ സ്നാക്സ് കൗണ്ടറിന്റെ കൂടെ തന്നെയാണ്. ആ കോയിൻ എന്ന് പറയുന്നത് 500 ഫിൽസ് ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. 500 ഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 KD-യുടെ പകുതി, ഒരു കുവൈറ്റ് ദിനാറിന്റെ പകുതി. ഒരു കുവൈറ്റ് ദിനാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 270 രൂപയാണ്. അപ്പൊ 500 ഫിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഏതാണ്ട് 135 രൂപയോളം വരും. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കോയിൻ. ഈ കോയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബൈനോക്ലോർസ് വഴി ഫാർ ഒബ്ജക്ട്സ് എല്ലാം നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനും ഒരു കോയിൻ എടുത്തു, ബൈനോക്ലോർസ് വർക്കാക്കി നോക്കി, എല്ലാം നമുക്ക് അടുത്ത് കാണാം 1 മിനിറ്റത്തേക്ക്. ഈ സ്നാക്സ് കൗണ്ടറിന്റെ ലിസ്റ്റിൽ ഏറ്റവും മുകളിലാണ് ബൈനോക്ലോറിന്റെ കോയിൻ റേറ്റ് എഴുതിയേക്കുന്നത് 500 ഫിൽസ്. ഇതാണ് കാണാമോ? സ്നാക്സിന്റെ വില പട്ടികയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതെന്തോ ഡിസ്പ്ലേ ഐറ്റംസ് ആണ് അത്. അവിടെ പിന്നെ കൊടുക്കുന്ന സ്നാക്സുകൾ, ചോക്ലേറ്റ്സ്, ഇത് പോപ്കോണ്, ജ്യൂസ്, വാട്ടർ, ഈ ലേസ് ഉണ്ട്, പ്രിങ്കിൾസ് ഉണ്ട്. ഇത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസാണ്. പിന്നെ ഞാനും എല്ലാവരും മേടിക്കുന്നുണ്ട്. ഒരു ക്യാപ്പിച്ചിനും അങ്ങ് മേടിച്ച്. പക്ഷെ എന്നാലും നമ്മുടെ കട്ടൻ കാപ്പിയുടെ അത്ര പോരാട്ടാ. ഈ കുവൈറ്റ് ടവറിന്റെ അടുത്താക്കിയിട്ട് നമുക്ക് 2 ബീച്ചാണുള്ളത്. ഒന്ന് ഡസ്മാൻ ബീച്ച്, അത് കുവൈറ്റ് ടവറിനോട് ചേർന്നുള്ള ബീച്ച്. അതിനുശേഷം നമ്മൾ കുവൈറ്റ് ടവറിൽ നിന്ന് സാൽമിയ ഏരിയയിലേക്ക് പോകുമ്പോൾ ഗ്രീൻ ഐലൻഡിന്റെ അടുത്തായിട്ട് നമുക്കൊരു ബീച്ച് കാണാൻ സാധിക്കും. അതിന്റെ പേര് ഫ്രൈഡേ ബീച്ച്. നമ്മൾ പറഞ്ഞ ഫിഷിംഗ് റാമ്പ്, ഈ കുവൈറ്റ് ടവർ ഫിഷിംഗ് റാമ്പ് ഒക്കെ ഉള്ളത് ഡസ്മാൻ ബീച്ചിലാണ്. അതുപോലെയാണ് ഇതാണ് വാട്ടർ ബൈക്ക് അല്ലെങ്കിൽ വാട്ടർ സ്കൂട്ടർ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാം. നമ്മുടെ കുവൈറ്റ് ടവറിനെ ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഒരാളുടെ അഭ്യാസ പ്രകടനം നമുക്ക് കാണാം. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനാടാ, തങ്കപ്പൻ. ദാണ്ട് ഇതാണ് വാട്ടർ ബൈക്ക്. ഇതിന് 20 KD ആണ് 20 മിനിറ്റത്തേക്ക്. 20 KD എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5000 മുതൽ 5500 രൂപ വരെ വരും.
മുതലാളി ജങ്ക ജഗ ജഗ ദാണ്ട രമണൻ കപ്പലുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കുവൈറ്റ് ടവറിന്റെ അവിടെ നിന്ന് നമ്മൾ സാൽമയിലേക്ക് പോകുമ്പോൾ ആദ്യം ഡസ്മാൻ ബീച്ച്, പിന്നെ ഫ്രൈഡേ ബീച്ച്. പിന്നെ ബീച്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഹരിശ്രീ ഗണപതായ നമഃ ചുമ്മാ കണ്ണം കാത്തുനിന്ന് എഴുതി വെച്ചു. മയക്കോ ഇല്ലയെന്ന് അറിയണമല്ലോ. ഇതൊരു വാട്ടർ ബൈക്ക് ആട്ടോ, നമ്മുടെ വാട്ടർ സ്കൂട്ടറാണ് പോകുന്നത്. ഇതെല്ലാം അതിന്റെ അടുത്തുള്ള പ്ലേസുകളാണ്. അവിടുത്തെ ഈ അറേഞ്ച്മെന്റ്സ് ആണ് യഥാർത്ഥത്തിൽ ഒരു ഡിലൈറ്റ്ഫുൾ മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഇതൊക്കെ ആ ബീച്ചിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ ബാക്കില് ഇതാണ്ടോ ഒരു വാട്ടർ സ്കൂട്ടറാണ് ആ പോകുന്നത്. നമ്മൾ മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്, അത്ര വ്യക്തമല്ല. ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇപ്പൊ ഏതാണ്ട് ഒരു 15 minutes ആയി നമ്മുടെ 360 ഡിഗ്രി റൊട്ടേഷൻ തുടങ്ങിയിട്ട്. ഈ ബീച്ച് സൈഡിൽ തന്നെ മെയിൻ റോഡും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നല്ല പൂച്ചെടികളൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് KFC ആണ്. ഇതെല്ലാം ബീച്ച് സൈഡിൽ തന്നെയാണ്. നല്ല ക്യാമറയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല പഞ്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആശാസ് റെസ്റ്റോറന്റ് ഉണ്ട്. അത് നമ്മുടെ ലെജൻഡ് സിംഗർ ആശാ ഭോസ്ലെയുടെയാണ് ഈ ആശാസ് റെസ്റ്റോറന്റ്. വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഈ കുവൈറ്റ് ടവർ, ഡസ്മാൻ ബീച്ച്, ഫ്രൈഡേ ബീച്ച്, ഗ്രീൻ ഐലൻഡ് ഇതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇത് അവിടുത്തെ മക്ഡൊണാൾഡ്സ് ആണ്. അവിടെ റെസ്റ്റോറന്റ് കാര്യത്തിൽ നമ്മൾ വിഷമിക്കുക വേണ്ട. ഇത് മക്ഡൊണാൾഡ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. ഇതാണ്ട് ഇവിടെ കണ്ട കടലിലേക്ക് ഒരു പാലം നീണ്ടു കിടക്കുന്നത് കണ്ട. ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷിംഗ് റാമ്പ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കുവൈറ്റ് ടവർ ഫിഷിംഗ് റാമ്പ് എന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ നടന്ന് നമുക്ക് അങ്ങേ അറ്റം വരെ പോകാം. ആ ഹട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നിടം വരെ നമുക്ക് പോവാം. അവിടെ നിന്ന് നമുക്ക് ഫിഷിംഗ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സിലും. കാരണം ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ അവധി ദിവസമാണ്. ആ ദൂരെ കാണുന്നതാണ് മാൻമെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഐലൻഡ്. അത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള. ഇത് നമ്മുടെ ആർമിയുടെ മെറൈൻ ക്ലബ്ബാണ്. ഇനി നമുക്ക് ഫിഷിംഗ് റാമ്പ് വ്യക്തമായിട്ടൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫിഷിംഗ് റാമ്പ്. ആ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അവിടെ വരെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. കടലിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുക. പിന്നെ ഇവിടുത്തെ എസ്തെറ്റിക് ബ്യൂട്ടിയെ കാണുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഫോട്ടോ എടുത്തു പോകും. പക്ഷെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മൊബൈലൊന്നും വെള്ളത്തിൽ പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഫിഷിംഗ് റാമ്പിൽ നിന്ന് കുവൈറ്റ് ടവറിന്റെ വീഡിയോ എടുക്കുകയാണ്. അതുപോലെ തന്നെ കുവൈറ്റ് ടവറിൽ നിന്ന് ഫിഷിംഗ് റാമ്പിന്റെ വീഡിയോ എടുക്കുകയാണ്. ഇത് രണ്ടുമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ പണ്ട് ഹോസ്റ്റലിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നപ്പം യു ആർ വാച്ചിങ് സ്റ്റാർ സ്പോർട്സ്, ഇതൊക്കെ ഇവന്മാർക്ക് എങ്ങനെ അറിയാടാ എന്ന ഒരു പുള്ളിക്കാരൻ ചോദിച്ചേ. അതാണ്ട് അപ്പൊ ഈ ചെറിയ വീഡിയോയിൽ ഫിഷിംഗ് റാമ്പിൽ നിന്ന് ടവറിലേക്കും, മറ്റേത് ബാക്കിലുള്ള വീഡിയോയിൽ ടവറിൽ നിന്ന് ഫിഷിംഗ് റാമ്പിലേക്കും വീഡിയോ എടുക്കുന്നതാണ് കാണുന്നത്. ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ, ഇപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിന്റെ മുകളിലത്തെ ഗോളത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു ത്രില്ലിംഗ് മൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഹട്ടില്ലേ, ആ ഹട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ മീനെയൊക്കെ പിടിക്കാം, ഫോട്ടോസ് എടുക്കാം. കണ്ടോ, 2 വാട്ടർ ബൈക്കുകൾ തമ്മിൽ മത്സരിക്കുന്നുണ്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റാണ്. അത് പോയി അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്കാണെങ്കിൽ ഒരു മൂഡ് സ്റ്റെബിലൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ കുവൈറ്റ് ടവറിൽ നിന്ന് നമ്മൾ ഫിഷിംഗ് റാമ്പ് കണ്ടു, ഡസ്മാൻ ബീച്ച് കണ്ടു, ആർമിയുടെ മറൈൻ ക്ലബ്ബ് കണ്ടു, ഫ്രൈഡേ ബീച്ച് കണ്ടു, ഗ്രീൻ ഐലൻഡ് കണ്ടു. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എംബസി കേട്ടോ. അപ്പം
ഇപ്പോൾ നമ്മുടെ ഭ്രമണ സഞ്ചാരം തുടങ്ങിയിട്ട് ഏതാണ്ട് 20 മിനിറ്റോളമായി കേട്ടോ. അവന്മാർ നമ്മുടെ വാട്ടർ ബൈക്കുമായിട്ട് നമ്മുടെ അങ്ങേ അറ്റത്തുള്ള ഗ്രീൻ ഐലൻഡിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ലക്ഷ്യസ്ഥാനമാക്കി വെച്ചിരിക്കുന്ന സെക്കൻഡ് ടവറാണ്. അവിടേക്ക് എത്തിപ്പെടാനായിട്ടാണ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല പൊളി വൈബാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പൊസിഷൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലാണ്. ഈ വാഹനങ്ങളൊക്കെ കണ്ടോ, എല്ലാം വളരെ പൊട്ടുപോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് വ്യക്തമാകത്തുള്ളൂ. കുവൈറ്റ് സിറ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഗ്രീനറിയാണ് കേട്ടോ. ഈ കണ്ടിന്യൂസ് ഇറിഗേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികൾക്കൊക്കെ ചൂട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടെ ഉണ്ട്. Purchase your tracks today. കുവൈറ്റ് ടവർ ഈസ് എ സിംബൽ ഓഫ് മോഡേൺ കുവൈറ്റ് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുവൈറ്റ് വന്ന സമയത്ത് കുവൈറ്റിലെ കെയ്ത്താൻ എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷൻ. 3-4 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗൾഫ് മാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ പോയി, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ. അതിൻ്റെ അടുത്തായിട്ട് കുറേ സൂക്കുകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. അതിലൊരു കടയിൽ കയറി കുറേ കീ ചെയിൻ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരു ഈജിപ്ഷ്യനാണ് അത് വിൽക്കാൻ നിൽക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ അറബി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. നമുക്കാണെങ്കിൽ ഈ അറബി ഭാഷ അത്യാവശ്യപ്പെട്ട 3 വാക്കേ അറിയത്തുള്ളൂ: അക്കിൽ, മായി, മാലിഷ്. ഫുഡ്, വെള്ളം, സോറി. നല്ല ചന്തമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിൻ്റെ, ഒരു പൂച്ചയുടെ കീച്ചൻ കിടക്കുന്നുണ്ട്. ഞാൻ ആ പൂച്ചയുടെ കീച്ചൻ കയ്യിലെടുത്തിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചു, ക്യാറ്റ് ഹൗ മച്ച്? പുള്ളിക്കാരന് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലെങ്കിലും പുള്ളി ആ കാര്യം മനസ്സിലാക്കിയിട്ട് പുള്ളി പൂച്ച കരയുന്നതിൻ്റെ കൂട്ട് കരഞ്ഞു കാണിച്ചു, മിയ. പുള്ളി അത്രയും പോസിറ്റീവായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്തപ്പം ഞാനും ബഹുമാനപൂർവ്വം പുള്ളി എടുത്ത് ചോദിച്ചു, മിയാവ് ഹൗ മച്ച്? അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും പറഞ്ഞു, മിയ. വളരെ വിനയത്തോടു കൂടി ഞാൻ വീണ്ടും പുള്ളിക്കാരനോട് ചോദിച്ചു, അതെ, മിയാവ് ഹൗ മച്ച്? പുള്ളി ഒരുമാതിരി കാലി പൂണ്ട പൂച്ചയുടെ കൂട്ട് മിയ 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 മിയ. പുള്ളിക്കാരൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും കണ്ടം പൂച്ചയുടെ കൂട്ട് മുരണ്ട് കാണിച്ചു, മ്യാവ്. പിന്നെ മനസ്സിലായത് മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഫിൽസിന്റെ നാണയമാണെന്ന്. ഏതാണ്ട് നമ്മുടെ 25 രൂപ. ഇതാണ്ട് ഇപ്പൊ കാണുന്നതിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇല്ലേ, ഈ ടവറാണ് അൽ ഹമറ ടവർ. ഏറ്റവും വലിയ ടവർ ഈ ടവറാണ്. ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ കുവൈറ്റ്. ഇതൊരു സ്കൈ സ്കേപ്പറാണ്. 413 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 413 മീറ്റേഴ്സ്. ഈ ഫിലിം ഫെയർ അവാർഡ് പോലെ ഇരിക്കുന്ന ബിൽഡിംഗ് അല്ല. ഈ റൈറ്റ് സൈഡ് കോർണറിൽ കണ്ട ഒരു ബിൽഡിംഗ്, അതാണ് അൽ ഹമറ ടവർ. ഇതൊന്നും അറിയാതൊരു ഫോട്ടോ എടുത്തോ കേട്ടോ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ കാണാം അത് അൽ ഹമറ ടവർ ആയിരുന്നു. അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അതിന്റെ ക്ലോസപ്പ് വെട്ടിയെടുത്ത് കാണിക്കാം. ഇതാ കണ്ടോ, ഇതാണ് അൽ ഹമറ ടവർ. അപ്പൊ കുവൈറ്റ് ടവർ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മളൊരു ഐലൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു കൃത്രിമ ഐലൻഡ്. അതാണ് ഗ്രീൻ ഐലൻഡ്. ഇതാണ് അതിന്റെ എൻട്രൻസ്. ഇത് ഫ്രൈഡേ ബീച്ചിന്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഇത് രാവിലെ 9 മണിക്ക് തുറക്കും, രാത്രി 10 മണി വരെ ഉണ്ട്. ഇതൊരു മാൻമെയ്ഡ്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് കടലിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐലൻഡാണ്. ഇത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ട്രെയിന്, ഓട്ടോറിക്ഷ, പിന്നെ സ്നാക്സ് കൗണ്ടർ ഉണ്ട്, പിന്നെ സൈക്കിൾ കിട്ടും. അതും ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്. ഇലക്ട്രിക് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 3 ഗേഡിയാണ് 1 മണിക്കൂറത്തേക്ക്. നോർമൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 2 ഗേഡി 1 മണിക്കൂറത്തേക്ക്. പിന്നെ സ്പെഷ്യൽ സൈക്കിൾസ് ഉണ്ട്, 4 സീറ്റുള്ള. അതിന് 4 കെഡി മണിക്കൂറിന്. 2 സീറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ 2 കെഡി. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാരി ഇരിക്കാവുന്ന കസേരയൊക്കെ ഉള്ള ഒരു സൈക്കിളാണ്. പിന്നെ ഇവിടെയും ഉണ്ടല്ലോ, നല്ല ഗ്രീനറിയാണ്. നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഇതൊരു വാച്ച് ടവർ ആണ്. ഇതിൽ ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് സ്റ്റെപ്പ് വഴി വേണമെങ്കിൽ കയറി പോകാം. ഇത് 2ാമത്തെ വാച്ച് ടവർ ആണ്. അത് നമ്മൾ റൗണ്ട് അടിച്ച് നടന്ന് കയറി പോകണം. ഒരു തുരങ്കവും കിണറും ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്ന ഒരു സ്മോൾ ഐലൻഡ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നമുക്കൊരു പാലമുണ്ട്, അതുവഴി കയറി അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇത് ഗ്രീൻ ഐലൻഡിൽ തന്നെയുള്ള ഒരു പാർക്കാണ്. അവിടെ നമുക്ക് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, വലിയവർക്കുള്ള വോളിബോൾ കോർട്ട് ഉണ്ട്. സത്യത്തിൽ നമ്മൾ ഇവിടെ ഫുഡൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ഫുഡ് നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അതിനായിട്ട് ഇരിക്കാനുള്ള സ്പെഷ്യൽ പ്ലേസസ് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 1ാമത് നമ്മൾ കണ്ട വാച്ച് ടവറിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണ്. അതാണ്ട് ഇവിടെ ഒരു ബീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കടൽ വെള്ളം വെച്ച് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ബീച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്, വാട്ടർ സ്കേറ്റിംഗ്.
ഈ വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രീൻ ഐലൻഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഗ്രീൻ ഐലൻഡിന്റെ മുകളിൽ നിന്ന് ഇതാണ്ട് കുവൈറ്റ് ടവർ എടുത്തേക്കുന്ന ഫോട്ടോയാണിത്, കുവൈറ്റ് ടവറിന്റെ. ഇതാണ് നമ്മൾ പറഞ്ഞ വെറൈറ്റി സിറ്റിംഗ് ഏരിയ, ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള. ഇത് സെക്കൻഡ് വാച്ച് ടവർ ആണ് കേട്ടോ, അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് റൗണ്ട് അടിച്ച് നടന്ന് കയറി മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ നമുക്കൊരു തുരങ്കവും ഒരു കിണറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ കിണറിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഒന്നാമത്തെ വാച്ച് ടവറിന്റെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്, രണ്ടാമത്തെ വാച്ച് ടവറിൽ നിന്ന്. ഈ രണ്ട് വാച്ച് ടവറും ഗ്രീൻ ഐലൻഡിൽ തന്നെയാണ്. പിന്നെ ഞാൻ അന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു കമ്പനിയുടെ പാർട്ടി നടക്കുകയാണ്, ഏതോ കമ്പനിയുടെ പാർട്ടി. ഇതാണ് ഈ പോയിന്റഡ് ആയിട്ടുള്ള ടവർ കണ്ടോ, ഇതാണ് ലിബറേഷൻ ടവർ. ഇതാണ് സെക്കൻഡ് ടോളസ്റ്റ് സ്ട്രക്ചർ ഇൻ കുവൈറ്റ്. 372 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ മൂന്നാമത്തെ കുവൈറ്റ് ടവറിന്റെ പോയിന്റഡ് പോർഷനിലെത്തി കേട്ടോ. നമ്മൾ ആ ലൈറ്റിംഗ് പോൾ എന്ന് പറഞ്ഞില്ലേ അത്. ഇതാണ്ട് ഈ കാണുന്നത് നമ്മളെ ഗ്ലോബ് ഇല്ലാത്ത ടവറിന്റെ പോയിന്റഡ് പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. നമ്മുടെ ഗ്രീൻ ഐലൻഡിന്റെ വിശേഷം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെയും നമുക്ക് വിഷ്വൽ മാജിക് ഒക്കെ പൂക്കളൊക്കെ വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അവര്. പിന്നെ ഇത് 1988 ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. നമ്മൾ രാവിലെ 9 മണിക്ക് അവിടെ പോകണം, രാത്രി 10 മണി വരെ ഉണ്ട്. 1.5 KD ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞില്ലേ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനിൽ, ഓട്ടോറിക്ഷ, സൈക്കിൾ ഇതിലെല്ലാം കയറിയെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുപോലെ വാട്ടർ സ്പോർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, വാട്ടർ സ്കേറ്റിംഗ്. 2 വാച്ച് ടവറിലും കയറുക, ഫുഡൊക്കെ ആയിട്ട് പോവുക, എൻജോയ് ചെയ്യുക. പാർക്കിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുക, വാട്ടർ സ്പോർട്സിൽ പങ്കെടുക്കുക. പിന്നെ അവൈലബിൾ ഫെസിലിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ്ട് നമ്മുടെ സെക്കൻഡ് ടവർ, നമ്മൾ ലാൻഡ്മാർക്ക് ആക്കി വെച്ച സെക്കൻഡ് ടവർ, ഒരു ഗ്ലോബ് മാത്രമുള്ള സെക്കൻഡ് ടവർ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. ഇതാണ്ട് അതിന്റെ ആ റോക്കറ്റ് പോലത്തെ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ നമ്മളുടെ യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 26 മിനിറ്റുകളോളം ആയിരിക്കുന്നു. അപ്പൊ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മളുടെ ഈ 360 റൊട്ടേഷൻ സമാപനം കുറിക്കുന്നതായിരിക്കും. ഈ കുവൈറ്റ് ടവറിന്റെ താഴെയും നമുക്ക് പൂച്ചെടികളൊക്കെ കാണാം. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുവൈറ്റ് ടവറിൽ നിന്ന് നമ്മുടെ ഫിഷിംഗ് റാമ്പിലേക്ക് പോകുന്ന നടപ്പാതയാണിത്. നമ്മൾ പറഞ്ഞില്ലേ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കടൽപ്പാലം, ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ നടപ്പാതയാണ്, ഇതുവഴിയാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ യാത്ര ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലാൻഡ്മാർക്കായ സെക്കൻഡ് ടവർ കണ്ടു തുടങ്ങി. ഇത് കണ്ടോ, ഈ ഇവിടെ കുറച്ച് സ്റ്റീൽ ഡിസ്കുകൾ കണ്ടോ. ഈ 3 സ്പിയറിലും കൂടെ ഏതാണ്ട് 41,000 ഇനാമൽഡ് ആയിട്ടുള്ള സ്റ്റീൽ ഡിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. 8 ഷെയ്ഡില് 3 കളറിന്റെ, ബ്ലൂ, ഗ്രീൻ, ഗ്രേയുടെ 8 ഷെയ്ഡില് 41,000 ഇനാമൽഡ് ആയിട്ടുള്ള സ്റ്റീൽ ഡിസ്ക് ഉണ്ടെന്ന് പറയുന്നു. കണ്ട ഒരു അൽപ്രാവ് നമ്മുടെ കുവൈറ്റ് ടവറിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട. അതിൽ തന്നെ ഈ സ്റ്റീൽ ഡിസ്കുകൾ ഒരു സ്പൈറൽ രീതിയിലാണ് ഈ ഗ്ലോബിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 മിനിറ്റോടുകൂടി നമ്മുടെ ഈ റൊട്ടേഷൻ തീരുന്നതായിരിക്കും. 360 ഡിഗ്രി റൊട്ടേഷൻ 30 മിനിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടൈം 30 മിനിറ്റ്സ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, രാത്രിയിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറെ കൂടെ രസമായിരിക്കും. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ സെലിബ്രേഷൻ ടൈമിലൊക്കെ, ഫെബ്രുവരി ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നയന മനോഹരമായ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ലൈറ്റിംഗ് ഡൈവേഴ്സിറ്റീസ് നമുക്ക് കാണാം. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും അവർ തെളിയിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പോകുമ്പം രാവിലെ പോവുക, ഗ്രീൻ ഐലൻഡിൽ പോവുക, ട്രെയിന്, ഓട്ടോ, സൈക്കിൾ, വാട്ടർ സ്പോർട്സ്, വാച്ച് ടവർ എല്ലാത്തിലും കയറുക. പിന്നെ പറഞ്ഞില്ല, കുട്ടികളുമായിട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ തുരങ്കത്തിന്റെ അവിടെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ ഫ്രൈഡേ ബീച്ചിൽ പോവുക. ഫ്രൈഡേ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ഡസ്മാൻ ബീച്ച്. ഫിഷിംഗ് റാമ്പിൽ പോവുക, ഫിഷിംഗ് നടത്തുക, വാട്ടർ സ്കൂട്ടറിൽ കയറുക. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടവറിലെത്തുക, കുവൈറ്റ് ടവറിലെത്തുക, അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാണുക. പിന്നെ ഈ കുവൈറ്റ് ടവർ കയറി നമ്മൾ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള അൽ ഹമറ ബിൽഡിംഗ്, ലിബറേഷൻ ടവർ, പിന്നെന്താണ് 36 കിലോമീറ്റർ ദൂരമുള്ള അൽ ജാബർ ബ്രിഡ്ജ്, ഇതെല്ലാം കാണുക. പിന്നെന്താണ്, ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. KFC, മക്ഡൊണാൾഡ്സ്. പിന്നെ നമ്മുടെ ലെജൻഡ് സിംഗർ ആശാ ഭോസ്ലെയുടെ ആശാസ് റെസ്റ്റോറന്റിൽ കയറാൻ മറക്കരുത് കേട്ടോ. യഥാർത്ഥത്തിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന ഒരു അർത്ഥത്തിൽ എടുത്ത വീഡിയോ അല്ല ഇത്.
ഇത് 30 മിനിറ്റ് കൊണ്ട് 360 സിംഗിൾ റൊട്ടേഷൻ ചെയ്യുമോയെന്ന് നോക്കാൻ എടുത്ത ഒരു വീഡിയോ ആണ്. 30 മിനിറ്റ് നമ്മൾ ഒരേ നിൽപ്പ് നിന്നിട്ട് എടുത്ത ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഒരു മടി. പിന്നെ ഇത് ഹൈ റെസൊല്യൂഷനിലാണ് നമ്മൾ എടുത്തത്. അത് കാരണം ഈ വീഡിയോ എൻ്റെ മൊബൈലിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം മൊബൈലിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാൻ നിർബന്ധിതരായി. അപ്പോഴെന്താണ് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് ഒരാശയം വന്നു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ച് വായിച്ചറിഞ്ഞ അറിവുകളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുവൈറ്റിലുള്ളവരാണെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും കുവൈറ്റ് ടവർ പോയി കാണുക. പറ്റുമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എംബസി ഒന്ന് സൂം ചെയ്ത് കമന്റ് ഇട്ടേ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കാത്തൂസ്.